റിമി, എന്താ നീ വിളിച്ചേ? രതീഷേ, കഴിഞ്ഞതെല്ലാം മറക്കാം. നമുക്ക് വീണ്ടും ഒന്നിക്കാം. എന്താണ് തള്ള എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിടായിരുന്നു? ഞാൻ എടുത്ത് തരൂലേ നിങ്ങക്ക്? വയ്യാത്തതുകൊണ്ടാ മോളെ. എന്ത് വയ്യാത്തോണ്ട്? കൊറേ ആയി കിടപ്പ് തുടങ്ങി, ചാവുമില്ല, എന്നാ കട്ടൽ ഒഴിവാക്കുമില്ല. അമ്മേ, ഭക്ഷണം കഴിച്ചായിരുന്നോ? എന്തോ ഒരു വിഷമം പോലെ. ഇന്ന് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? ഒന്നുമില്ല മോനെ. മോൻ ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു അമ്മേ. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? എന്താ പ്രശ്നം അമ്മേ? നീ എന്താ എന്റെ അമ്മേനോട് പറഞ്ഞത്? എനിക്ക് എന്തിന്റെ കേടാ? ഞാൻ കുറെ വർഷമായിട്ട് പറയുന്നുണ്ടല്ലോ, നശിത്തെ തള്ളനൊന്നും എനിക്കൊന്നും നോക്കാൻ പറ്റില്ല. നിങ്ങൾ കുറെ പെങ്ങളുണ്ടല്ലോ, അവളെടുത്ത് പോയി ഉണ്ടാക്കിയാൽ എന്താ? അല്ലെങ്കിൽ വേണ്ട. എത്ര ആള് വന്നിട്ടുണ്ട് തള്ളനെ നോക്കാൻ വേണ്ടി? ആരെങ്കിലും സെറ്റ് ആവുന്നുണ്ടോ? നീ എന്റെ ഭാര്യയാണ്. അങ്ങനെ കരുതി അവരെ മൂത്രത്തിട്ടുന്ന എണ്ണ കൊണ്ട് തുടക്കാനൊന്നും പറ്റില്ല. മടുത്തു 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 ഈ ജീവിതം. യെസ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ദിലീപ്. ദിലീപ്, നമ്മുടെ രതീഷ് എത്തിയില്ലേ? സാർ എന്താണെന്നറിയില്ല, 2 ദിവസം കൊണ്ട് ആൾ ഡിസ്പോൺസ് ആണ്. എന്ത് പറ്റി? അവരുടെ ഫാമിലി പ്രോബ്ലം വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ? എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ ഇന്നലെ എയർ ഫിക്സ് ചെയ്ത പാർട്ടി ഉണ്ടല്ലോ, അവര് ചെയ്തിരുന്നു? ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ആൾ ഓക്കെയാണ്. നാളെ മറ്റന്നാൾ ഒന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. പിന്നെ 2 പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്താലോ? ഓക്കെ, ഡു ഇറ്റ്. ഓക്കെ സാർ. ശരി. രതീഷ്, നീ എവിടെയായിരുന്നു? നിന്നെ GM തിരക്കിയായിരുന്നു. വീട്ടിലോരോ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങിയാ? എടാ, ഇന്ന് 2-3 വർക്ക് ഉണ്ട്, എടുക്കട്ടെ? എടുത്തോ. നീ ഓക്കെ ആണോ? ഓക്കെ. ചേച്ചി, ഹലോ. ആ, ഞാൻ എന്ത് ചെയ്യണം? എല്ലാ ദിവസം എന്തെങ്കിലും ഒരു പ്രശ്ന. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ ഈ ആലോചന വേണ്ടാന്ന്. അപ്പോ നിനക്ക് നിന്റെ പ്രേമം. ഞാനിപ്പോ പറ്റുപോയി ചേച്ചി. ചേച്ചി, എന്തെങ്കിലും ഒന്ന്. ഇനിയിപ്പൊ കിടന്ന് മോങ്ങിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനടുത്തൊന്നും മിണ്ടിട്ട്. എന്റെ ചേട്ടൻ അന്ന് നല്ലൊരു ആലോചന കൊണ്ടെന്താ. അപ്പൊ നിനക്കത് വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം ചേച്ചി. എനിക്ക് മതിയായി ഇവിടുത്തെ ജീവിതം. എന്തായാലും ഒരു കാര്യം ചെയ്യ്, അച്ഛൻ വരട്ടെ, ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ? ശരി ചേച്ചി. ഓക്കെ. രതീഷ്, രതീഷ് ഇരിക്കും. താങ്ക് യു സർ. ഞാൻ 5-6 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. എന്ത് പറ്റി? ജോലിയിലൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ. ദിലീപ് പറഞ്ഞു രതീഷിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. സാറിന് അറിയാമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ. ബാംഗ്ലൂർ വെച്ചാണ് ഞാൻ അവൾ ആദ്യമായിട്ട് കാണുന്നത്. പ്രണയിക്കുന്ന സമയത്ത് അവൾക്ക് എൻ്റെ അമ്മ വലിയ കാര്യമായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മ കിടപ്പിലായി. അവൾ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. ഇപ്പം അവൾ എന്നെ തന്നെ വേണ്ടെന്നാണ് പറയുന്നത്. അവളെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഡൈവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. ഇതിങ്ങനെ അവസാനിക്കുള്ളൂ എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. കാരണം 90% പ്രണയവിവാഹങ്ങളും ചെന്ന് അവസാനിക്കുന്നത് അവസാനം ഡിവോഴ്സിലാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്. പ്രണയവിവാഹങ്ങൾ അധികവും നടക്കുന്നത് മാതാപിതാക്കളുടെ കണ്ണീരിലാണ്. അതുതന്നെയാണ് രതീഷിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. 10-25 വർഷം മക്കളെ പൊന്നുപോലെ വളർത്തിയ അമ്മയും അച്ഛനെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ മക്കൾ ഇത്തരം പ്രണയവിവാഹത്തിൽ ഏർപ്പെടുന്നത്.
അപ്പോൾ ഈ മാതാപിതാക്കളുടെ കണ്ണീരാണ് ഇന്ന് നടക്കുന്ന എല്ലാ പ്രണയവിവാഹങ്ങളും അവസാനിക്കുന്നത് ഈ ഡൈവേഴ്സിലേക്ക് എത്തുന്നത്. ഇനിയെങ്കിലും രതീഷ് തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളുണ്ടാവും. ഓക്കെ? അതെ, എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റും. നാളെ എന്റെ അച്ഛൻ, എന്റെ ചേച്ചി, എന്റെ ചേട്ടൻ വരുന്നുണ്ട്. എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്കെന്താ പ്രശ്നം? എനിക്ക് നിങ്ങൾ തന്നെയാണ് പ്രശ്നം. എനിക്കറിയില്ല ഇവിടെ അമ്മേന്റെ അവസ്ഥ ഒക്കെ. അമ്മേന്റെ അവസ്ഥക്ക് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയത് അമ്മേനെ നോക്കാനായിട്ട് ഒരു പെണ്ണ്, അത് ഞാന്. എനിക്കതിന് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ വേണം. നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഓക്കെ. പക്ഷെ ഞാൻ സ്നേഹിച്ചത് നിങ്ങളെയാണ്, നിങ്ങളെ അമ്മേനെയല്ല. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ വേണം, അത്രേ ഉള്ളൂ. നമുക്കിതിനൊരു തീരുമാനം വേണ്ടേ? കുട്ടികൾ വല്ല മണ്ടത്തരങ്ങളും കാണിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ മുതിർന്നവരല്ലേ അവരെ തിരുത്തേണ്ടത്? തിരുത്തണോ വേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളൂ റഹീമേ. കേട്ടോടി, കണ്ട വരുത്തന്മാരൊക്കെ വന്നിട്ട് കയറി സംസാരിക്കണത്. ഇതിനൊക്കെ വരുത്തി വെച്ച് നീ ഒരുത്തിയാ. അന്ന് ഞാൻ നിന്നോട് കുറെ പറഞ്ഞതാ ഈ ബന്ധം വേണ്ടാന്ന്. അപ്പൊ പറയാൻ കേട്ടില്ല. അപ്പൊ നിനക്ക് വില വേണ്ടു. ഇപ്പൊ എന്തായി? അല്ല ചേട്ടാ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? അല്ലേലും നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ആ, എന്താണ് റഹീമക്ക, സുഖല്ലേ? ദിലീപ്, സുഖം. എല്ലാവരും ഉണ്ടല്ലോ. എന്തൊക്കെയാ വിശേഷങ്ങള്? നന്നായിട്ട് പോകുന്ന വിഷയങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ ദിലീപേ? നിന്റെ ഓഫീസിലല്ലേ അവര് വർക്ക് ചെയ്യുന്നത്? ഒരു കുടുംബമാകുമ്പോ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ സാധാരണ അല്ലേ? അത് കുറച്ചു കഴിയുമ്പോ അങ്ങ് മാറൂലേ? അങ്ങനെയൊക്കെ തന്നെ അല്ലേ? ദിലീപേ, നീ കാര്യങ്ങൾ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. നിനക്കറിയാവോ നമ്മളെ കുടുംബ ജീവിതം എങ്ങനെയാന്ന് മുന്നോട്ട് പോകുന്നതെന്ന്? ഈ ആളുടെ അമ്മേനെ നോക്കാൻ വേണ്ടി ഒരു പെണ്ണ്, അതാണ് ഞാൻ. ആ സ്ഥാനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇയാളായിട്ട് ഒരു പ്രശ്നമില്ല. സ്നേഹിക്കുന്ന സമയത്ത് പുറത്തു പോവാനും കഴിക്കാനും അതിനെല്ലാം നല്ല സമയം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പോ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്ന ആ തള്ളന്റെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തിറങ്ങൂല. ഈ തള്ള ഒന്ന് ചത്ത് കിട്ടിയാൽ മതി. നിനക്കറിയോ, അന്ന് എന്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്റെ അമ്മക്ക് വേണ വേറെ കല്യാണം കഴിക്കായിരുന്നു. എന്റെ അമ്മ അത് ചെയ്തില്ല. അന്ന് എനിക്ക് 6 വയസ്സ് പ്രായ. അന്ന് എന്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ ജീവിതത്തിൽ ഇനി വേറെ പുരുഷൻ വേണ്ട, എനിക്ക് എന്റെ മോൻ മതി. എന്റെ മോൻ എന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ. ഞാൻ അച്ഛാ, ചേച്ചി, ചേട്ടാ, നമുക്ക് പോവാം. അപ്പോ ഗുഡ് ബൈ. നീ എന്റെ തള്ളനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങടാ. നമുക്ക് പോവാം. രതീഷേ, രതീഷേ, അമ്മ മരിച്ചത് അറിഞ്ഞു. വരാൻ പറ്റിട്ടില്ല. നിന്നെ സ്നേഹിച്ച പോലെ മറ്റൊന്നിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുന്നേ അമ്മ നിന്നെ ചോദിച്ചിരുന്നു. ഏട്ടാ, എന്നാ നമ്മൾ പോവല്ലേ? ആ, പോവാ. പ്രിയമുള്ളവരെ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ദാമ്പത്യ ജീവിതങ്ങളിൽ 80% അറേഞ്ച്ഡ് മാരേജും 20% പ്രണയവിവാഹവുമാണ് വിജയിക്കുന്നത്. കാരണം കമിതാക്കൾ അവരുടെ ജീവിതം തുടങ്ങുന്നതിനു മുമ്പേ അവരുടെ പ്രണയത്തിൻ്റെ നല്ല സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അതേസമയം അറേഞ്ച്ഡ് മാരേജ് അവരുടെ ജീവിതം തുടങ്ങുന്നതോടൊപ്പം അവരുടെ പ്രണയവും വിടരുന്നു. 2 കമിതാക്കളുടെ ഒത്തുചേരലാണ് പ്രണയവിവാഹമെങ്കിൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലാണ് അറേഞ്ച്ഡ് മാരേജ്. പ്രണയവിവാഹത്തിൽ പ്രണയിനികൾ മാത്രമാണ് പരസ്പരം അറിയുന്നത്. എന്നാൽ അറേഞ്ച്ഡ് മാരേജിൽ 2 കുടുംബങ്ങളുടെ പശ്ചാത്തലങ്ങൾ പരസ്പരം മനസ്സിലാക്കിയ ശേഷമാണ് അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല കെട്ടുറപ്പുള്ള ബന്ധമാണ് അവിടെ ഉടലെടുക്കുന്നത്. പ്രണയം അത് വിവാഹത്തിന് ശേഷമാകട്ടെ, എങ്കിൽ ജീവിതം സ്വർഗതുല്യമായിരിക്കും.